നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രീസിൽ നിന്ന് ജർമ്മനിയിലേക്ക് പറന്നുയർന്ന റയാൻ എയർ വിമാനത്തിൽ വൻ ദുരന്തം തലനാഴിലേക്ക് ഒഴിവായി. യാത്രക്കിടെ വിമാനത്തിന്റെ എഞ്ചിന്റെ ഭാഗങ്ങൾ തകർന്ന് വിൻഡോ പാനൽ തകർന്നതിനെ തുടർന്ന് സർബിയൻ സ്വദേശിയായ യാത്രക്കാരൻ പാതി പുറത്തേക്ക് തെറിച്ചു. സഹയാത്രക്കാരുടെ സമയബന്ധിതമായ ഇടപെടൽ കാരണം ഇയാളെ വിമാനത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റാൻ കഴിഞ്ഞു എന്നത് വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവിച്ചതിനെ തുടർന്ന് വിമാനം ഗ്രീസിലെ തെസലോക്കിനി വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഗ്രീസിലെ തെസലോക്കിനിയിൽ നിന്ന് ജർമ്മനിയിലെ മെമിംഗൻ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 737 NG വിമാനത്തിലാണ് സമാനതകളില്ലാത്ത അപകടം സംഭവിച്ചത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിന്റെ ഒരു ഭാഗം തകരുകയും ഇതിന്റെ അവശിഷ്ടങ്ങൾ വന്ന വിമാനത്തിന്റെ ജനൽ ചില്ലിൽ ശക്തമായി അടിക്കുകയുമായിരുന്നു. ഇതോടെ വിമാനത്തിനുള്ളിലെ വായുമർദ്ദത്തിൽ പെട്ടെന്ന് വ്യതിയാനം വരികയും ജനലിനടുത്തിരുന്ന യാത്രക്കാരൻ പുറത്തേക്ക് എടുക്കപ്പെടുകയും ആയിരുന്നു. സാഹസികമായി രക്ഷപ്പെടുത്തി സഹയാത്രികർ ഇവിടെ ധീരമായ ഒരു പ്രവൃത്തിയാണ് കാഴ്ചവെച്ചത്. അപകട സമയത്ത് സർബിയൻ സ്വദേശിയായ യാത്രക്കാരന്റെ തലയും തോളിന്റെ ഭാഗങ്ങളും വിമാനത്തിന് പുറത്തിരുന്നുവെന്ന് സഹയാത്രികർ പ്രാദേശിക റേഡിയോയോട് വെളിപ്പെടുത്തി. അപകടം കണ്ട ഉടൻ തന്നെ തൊട്ടടുത്തിരുന്ന യാത്രക്കാർ ഇയാളെ സാഹസികമായി പിടിച്ച് വിമാനത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. വിമാനത്തിനുള്ളിലെ ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് പതിക്കുകയും വൻ ശബ്ദത്തോടുകൂടി പുക ഉയർന്നതായും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ സർബിയൻ സ്വദേശിയെ തെസലോനിക്കയിലെ അഹേപ്പ യൂണിവേഴ്സിറ്റി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് സർബിയൻ കോൺസുലേറ്റ് അറിയിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമയാന മന്ത്രാലയങ്ങൾ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും യാത്രക്കാരെ ടെർമിനലിലേക്ക് മാറ്റിയതായും ഈ റയാൻ എയർ പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതിനെ കുറിച്ചോ ജനൽ തകർന്നതിനെ കുറിച്ചോ കമ്പനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. നോർത്ത് മാസിഡോണിയയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പൂർണ്ണ പിന്തുണ നൽകുമെന്നും വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് പ്രസ്താവിച്ചു. അമേരിക്കൻ വ്യോമയാന ഏജൻസിയായ FAA സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റയാൻ എയറിന്റെ ബോയിംഗ് 737 NG മോഡലിൽ CFM56 എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇവ നിർമ്മിക്കുന്ന CFM ഇന്റർനാഷണൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട ഇതേ വിമാനം തൊട്ടു മുൻപത്തെ ദിവസവും സാരായെവോയിലേക്കുള്ള യാത്രക്കിടെ സാങ്കേതിക തകരാർ കാരണം തിരികെ തെസലോനിക്കയിൽ ലാൻഡ് ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്.